ഗിൽസ്, നമ്മളുടെ പാർട്ട് നമ്പർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആ ചാപ്റ്ററിലും എന്തായാലും 100% ഷുവർ ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മിസ് പറഞ്ഞാട്ടെ. ഇതാ നോക്കിക്കോ കേട്ടോ, ഇത് മിസ് ചെയ്ത് പഠിക്കരുത് കേട്ടോ, ഇതൊരിക്കലും ഒഴിവാക്കി വിടരുതേ, നല്ലോണം അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. ഇതാ നോക്കി, ഇവനാണ് ഒരു ക്വസ്റ്റ്യൻ. വാട്ട് പാർട്ട് ഓഫ് സ്ക്വയർ ഈസ് ദ സ്മോളർ റെക്ടാംഗിൾ ആൻഡ് ദ ലാർജർ? കളർ ദ 1/3 part of red, 1/3 part with red and the 2/3 part with green. It's there another way of dividing the square into 1/3 and 2/3 part. അതായത് ചെറിയ ചതുരം സമചതുരത്തിന്റെ എത്ര ഭാഗമാണ് വലിയ ചതുരമോ 1/3 ഭാഗത്തിന് ചുവപ്പ് നിറവും 2/3 ഭാഗത്തിന് പച്ച നിറവും കൊടുക്കുക. വേറെ ഏതെങ്കിലും രീതിയിൽ സമചതുരത്തിനെ 1/3 2/3 ആയി ഭാഗിക്കാമോ? ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തെ നോക്ക്, സ്ക്വയർ. ഇതാ നോക്ക്, ഇത് ഒരു സ്ക്വയറിനെ ഒരു സ്മോളർ റെക്ടാംഗിളും ലാർജർ റെക്ടാംഗിളും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് എത്ര പാർട്ടാന്നാ ചോദിച്ചത്? ഈ സ്മോളർ റെക്ടാംഗിൾ വലിയതിന്റെ എത്ര പാർട്ടാണ് എന്നാ ചോദിച്ചത്. അപ്പൊ പാർട്ട് എഴുതണമെങ്കിൽ ആദ്യം എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം എന്താണ്? ആ പാർട്ട് എഴുതണമെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം ഇതിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇവിടെ ഒരു സമചതുരം ആയതുകൊണ്ട് തന്നെ എല്ലാ വശങ്ങളും 3 3 3 ആണ്. അപ്പൊ ഈ ഒരു ചതുരം, ഈ കുഞ്ഞു ചതുരല്ലേ, ആ കുഞ്ഞു ചതുരത്തിന്റെ വീതി 3 വീതി 1 നീളം 3 ആണ്. അപ്പൊ ഇതുപോലെയുള്ള ചതുരങ്ങളായിട്ട് അടുത്തതിനെ ഡിവൈഡ് ചെയ്ത് നോക്ക്. ഇതാ എങ്ങനെയായിരിക്കും കിട്ടുക? അടുത്തതിനെ നോക്കേ, അടുത്തതിന് ഞാൻ ഇങ്ങനെ തന്നെ ഡിവൈഡ് ചെയ്യുക. അതായത് ഇതിൻ്റെ വീതി എന്താണ്? വീതി 1 ആണ്, നീളം 3 ആണ്. ഇനി അടുത്ത ഇനി എത്ര ആയിരിക്കും ബാക്കി ഉണ്ടാവുക? 1 2. ഇനി എത്ര സെന്റിമീറ്ററാണ് ബാക്കിയുള്ളത്? 1 സെന്റിമീറ്റർ. അപ്പൊ ഇതും എന്തായിരിക്കും? 1 സെന്റിമീറ്റർ നീളം 3 സെന്റിമീറ്റർ വീതിയുള്ളതാണ് അല്ലെ? അപ്പൊ നമ്മൾ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്ന ഈ കുഞ്ഞു റെക്ടാംഗിൾ എന്ന് പറയുന്ന ആകെയുള്ളതിന്റെ എത്ര ഭാഗം? ആകെയുള്ളതിനെ 3 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമാണ് ഇവൻ. ഈ ലാർജർ റെക്ടാംഗിൾ എന്ന് പറഞ്ഞതോ ആകെയുള്ളതിനെ 3 ഭാഗങ്ങളാക്കിയതിൽ 1 2 ഭാഗമാണ്. സോ നമ്മളുടെ സ്മോളർ റെക്ടാംഗിൾ എന്ന് പറയുന്നത് 3ൽ 1 ഭാഗമാണ്. ആൻഡ് ലാർജർ റെക്ടാംഗിൾ എന്ന് പറയുന്നത് എന്താണ്? 3ൽ 2 ഭാഗമാണ്. ഇനി അടുത്ത് നോക്ക്, 1/3 പാർട്ട് വിത്ത് റെഡ് ആൻഡ് 2/3 പാർട്ട് വിത്ത് ഗ്രീൻ. അതായത് 1/3 പാർട്ടിന് നമ്മളോട് എന്ത് പറഞ്ഞു? ഒരു റെഡ് കളർ കൊടുക്കാനും പറഞ്ഞു. 2/3 പാർട്ടിന് എന്ത് കൊടുക്കാൻ പറഞ്ഞു? ഗ്രീൻ കളറും കൊടുക്കാൻ പറഞ്ഞു. ഒരു പ്രശ്നമില്ലല്ലോ, കളർ എടുക്കാനൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലെ? ഇനി അടുത്ത് നോക്ക്, ഇറ്റ്സ് ദർ അനദർ വേ ഓഫ് ഡിവൈഡിങ് സ്ക്വയർ ഇൻടു 1/3 ആൻഡ് 2/3 പാർട്ട്. അതായത് ഈ ഒരു സ്ക്വയറിനെ, അതായത് ഈ സമചതുരത്തിനെ 1/3 2/3 ആയി ഭാഗിക്കാൻ വേറെ ഏതെങ്കിലും രീതികൾ ഉണ്ടോന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ നമ്മളിപ്പോൾ ഒരു സ്ക്വയർ വരച്ചു. ഇതാണ് നമ്മളുടെ സ്ക്വയർ അല്ലേ? 3 3 3 സെന്റിമീറ്ററുള്ള സ്ക്വയർ ആണ്. ഇതിനെ ഇവരെങ്ങനെയാ ഭാഗിച്ചത്? ഇവർ ഭാഗിച്ചിട്ടുള്ളത് എങ്ങനെയാ ഭാഗിച്ചത്? നമുക്ക് നേരെ തിരിച്ച് ഭാഗിച്ചൂടെ? ഇതാ 1 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്ററും വീതിയും. ഇതാ നമുക്ക് 1 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയും. ഇങ്ങനെ ഭാഗിച്ചൂടെ? ഇതിൽ എന്തായിരിക്കും? ഇവനായിരിക്കും 1ൽ 3ൽ 1 ഭാഗം, ഈ ഭാഗമായിരിക്കും എന്ത്? 2ൽ 3 ഭാഗം അല്ലെ? അപ്പൊ ഇതിനെ കളർ കൊടുക്കുകയാണെങ്കിൽ ഇതാ നോക്ക്, ദിവനെ ഗ്രീനും കൊടുത്തു, ദിവനെ റെഡും കൊടുത്തു. അപ്പൊ വിലങ്ങനെയും കുത്തനെയും നമുക്ക് ഭാഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ, ഒരു പ്രശ്നമില്ല. ഇത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഭാഗിക്കുന്ന സമയത്ത് എന്ത് വേണം? ഇതിന് ഒന്നെങ്കിൽ ഒരുപോലെയുള്ള ഈക്വൽ തുല്യ ഭാഗങ്ങളാക്കിയാലേ നമുക്ക് പറ്റുള്ളൂ. ഓക്കെ, തുല്യ ഭാഗങ്ങളാക്കിയാലേ പറ്റുള്ളൂ. പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്ന വേറൊരു ചോദ്യങ്ങളാണ്. വേറൊന്നാണ് ദാ ദിവൻ എന്ന് പറയുന്നത്. അതായത് ഇതിനൊക്കെ ഫ്രാക്ഷനിൽ എഴുതാൻ പറയും, അതായത് ഭിന്നത്തിൽ എഴുതാൻ പറയും, പാർട്ടായി ഭാഗങ്ങളാക്കി എഴുതാൻ പറയും. നിങ്ങൾ നോക്ക്, ഇത് മൊത്തത്തിൽ ഒന്നാണ് അല്ലേ ഉള്ളത്? ഒരു വൃത്തം മൊത്തം, ഒരു വട്ടം മൊത്തം ഉണ്ട്. ഇവിടെ എത്ര എണ്ണം ഉണ്ട്? ഈ വട്ടത്തിന് 1 2 3 4 ഭാഗങ്ങളാക്കിയതിൽ ഒരു ഭാഗമാണ് ഇവിടെ കളർ കൊടുത്തത്. അങ്ങനെയെങ്കിൽ ഇതിനെങ്ങനെ എഴുതാം? 1 1/4 എന്ന് എഴുതാം. ദെൻ ഇവിടെ 1 ഉണ്ട്, പിന്നെ ഇവിടെ 1 2 3 എണ്ണാക്കിയതിൽ 1 കളർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ഉണ്ട്, 1 ഫുള്ളും ഉണ്ട്, അതുപോലെ 3 എണ്ണാക്കിയതിൽ 1 ഉണ്ട്. ഇനി അടുത്ത നോക്ക്, ഇവിടെ 1 2 എണ്ണം ഉണ്ട്, അതുപോലെ 1 2 3 4 എണ്ണാക്കിയതിൽ 1 ഉണ്ട്. എത്രയാണ്? 2 എണ്ണം ഉണ്ട്, 4 എണ്ണാക്കിയതിൽ 1 ഉണ്ട്. ഇനി അടുത്ത നോക്ക്, 1 2 3 എണ്ണം ഉണ്ട്, 3 എണ്ണം ഉണ്ട്, 3 ഫുള്ള് കേട്ടോ. ഇനി അടുത്ത എന്താണ്? 1 2 3 4 5 6 എണ്ണാക്കിയതിൽ 1 ആണ് കളർ കൊടുത്തത്. അപ്പൊ 6ൽ 1 ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ എന്താക്കിയിട്ട് എഴുതാ? ഇവന്മാരൊക്കെ പാർട്ടിൽ എഴുതണ്ട, ഭാഗങ്ങളിൽ എഴുതണ്ട. ഇത്രയേ ഉള്ളൂ എൻ്റെ മക്കൾക്ക് കൂടുതലായിട്ട് ഈ ഭാഗത്തുനിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ, ഉഷാറായിട്ട് പഠിച്ചു വെച്ചോ, ഇത് മറക്കാതെ പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ മിസ്സിന് പറയാനുള്ള വേറൊരു കാര്യമാണ് നമ്മളുടെ ഈ ഒരു ക്രിസ്മസ് എക്സാമിന്റെ സ്റ്റഡി
ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഈ സ്റ്റഡി ഗ്രൂപ്പിലായിരിക്കും നിങ്ങൾക്ക് വേണ്ട എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും മിസ് പറയുന്നുണ്ടാവുക. എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഞങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവുക. നിങ്ങളുടെ ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞു തരുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് ആ രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ടാവും, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഒന്ന് രജിസ്റ്റർ ചെയ്യണം കേട്ടോ. വേറൊരു കാര്യം കൂടി മിസ്സിന് പറയാണ്ട്, നമ്മളുടെ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത് എൻ്റെ മക്കൾ നോക്ക്, നമ്മളുടെ എക്സാമിൻ്റെ തലേന്നാണ് നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യാറ്, നമ്മളുടെ ഈ എജുപോർട്ടിൻ്റെ ക്ലാസ് കാണുന്നു, എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് പഠിച്ച് മാർക്ക് വാങ്ങൂ അല്ലേ. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഈ ഒരു എജുപോർട്ടിൻ്റെ കൂടെ നിങ്ങളുടെ 5ാം ക്ലാസ് ഫുള്ളായിട്ട് പഠിക്കുന്നത്, നിങ്ങളുടെ ഈ ഒരു നിമിഷം മുതൽ നിങ്ങളുടെ ആനുവൽ എക്സാം, നിങ്ങളുടെ അവസാനത്തെ എക്സാം വരെ പഠിക്കുന്നത്, അത് മൊത്തം നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ, അടിപൊളിയായിട്ട് സെറ്റായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട. ഇപ്പോൾ ഒരു ഓഫർ നടക്കുന്നുണ്ട്, 1249 ഈ ഒരു ബാച്ച് നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾ എന്ത് ചെയ്തോ, ജസ്റ്റ് ഒന്ന് നമ്മളുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുള്ള ബൂസ്റ്റർ ബാച്ച് എൻക്വയറി എന്ന് പറയുന്ന ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വെറുതെ ഒന്ന് രജിസ്റ്റർ ചെയ്തിട്ടോ കേട്ടോ. രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു എമൗണ്ടിന് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതിന് പൈസ ഒന്നും കൊടുക്കണ്ടേ, രജിസ്റ്റർ ചെയ്യാൻ പേരും നമ്പറും ക്ലാസ്സും മാത്രം അടിച്ചാൽ മതി. അതടിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഈ ഒരു എമൗണ്ടിന് ഈ ഒരു ഓഫർ കിട്ടും. അപ്പോൾ നിങ്ങൾ 3-4 ദിവസം കഴിഞ്ഞിട്ട് വിചാരിക്കുക ചേർന്നാലോ എന്ന് വിചാരിക്കുമ്പോൾ ഈ ഓഫർ കിട്ടണമെങ്കിൽ എന്ത് വേണം, ആ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യണം. സോ രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്തോ കേട്ടോ, അടിപൊളിയായിട്ട് ഫില്ല് ചെയ്തോ. അപ്പോൾ വേറൊരു വീഡിയോവുമായി കാണാം, അതുവരേക്കും ബൈ.